നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. പ്രിന്റുജി നമസ്കാരം. സാറ് മാഷ് എന്നുള്ള നിലയ്ക്ക് തന്നെയുള്ള ഒരു ലൈവ് സെഷൻ ആണ് ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നുണ്ട്, അംഗനവാടിയിലെ ഒരു കുട്ടി കത്ത് എഴുതിയപ്പോൾ, അതായത് കുട്ടി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് അംഗനവാടിയിലൊക്കെ ബിരിയാണി, അവരുടെ മെനുവിൽ ഒരു ദിവസം ബിരിയാണി പെടുത്തുന്നു, മറ്റൊട്ടേറെ പരിഷ്കാരങ്ങളൊക്കെ ഈ കുട്ടികളുടെ ഭക്ഷണക്രമത്തിലൊക്കെ പെടുത്തുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കൂടി നോക്കി കാണുകയാണെങ്കിൽ അതിന്റെ പിറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അവിടുത്തെ PTA കമ്മിറ്റിയും അതുപോലത്തെ അധ്യാപകരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അവിടുത്തെ ചെലവിന് സർക്കാർ നൽകുന്ന തുച്ഛമായിട്ടുള്ള, അതും 5ഉം 6ഉം രൂപയൊന്നും തികയുന്നില്ല എന്നുള്ളതും, അവിടെ ബാക്കിയുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അവിടുത്തെ പ്രധാന അധ്യാപകന്മാരും മറ്റ് അധ്യാപകന്മാരും അതുപോലെ PTA കമ്മിറ്റിക്കാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ കേട്ടറിവ് മാത്രമേ നമ്മൾക്കുള്ളൂ. ഒരു സ്കൂളിലെ, ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ്? അങ്ങയുടെ സ്കൂളിൽ ഇങ്ങനെയൊക്കെയാണോ, അതോ സർക്കാർ പൂർണ്ണമായിട്ട് ഫണ്ട് തരുന്നുണ്ടോ? കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള ഫുഡ് കൊടുക്കാനുള്ള ഫണ്ട് സർക്കാർ തരുന്നുണ്ട്? എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ? ഒന്ന് വിശദീകരിക്കാമോ പ്രിന്റുജി? തീർച്ചയായും. അപ്പൊ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും, സർക്കാരിനായിക്കോട്ടെ, വ്യക്തികൾക്കായിക്കോട്ടെ, സ്കൂളിനായിക്കോട്ടെ, അധ്യാപകർക്കായിക്കോട്ടെ, അവർക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഒരു സംശയം വേണ്ട. നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ വളരണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു രാവിലെ ഒരു 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ആ സമയം അവർ സ്കൂളിനകത്താണ് ചെലവഴിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്. അത് കിട്ടാനുള്ള അർഹതയും അവർക്കുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭക്ഷണം എന്ന് പറയുന്നത് സർക്കാർ വലിയ രീതിയിൽ മെനു ഒക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ വലിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒക്കെ പത്രസമ്മേളനത്തിനകത്ത് വലിയ മേനി പറയുന്നത് നമ്മൾ കേട്ടു. കുട്ടികൾക്ക് ഇന്ന രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കണം, അതോടൊപ്പം തന്നെ ഇന്ന ദിവസം നമ്മൾ ബിരിയാണി കൊടുക്കണം, ഇപ്പൊ അംഗനവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കണം. ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ബാധ്യത ആര് വഹിക്കും എന്നുള്ള വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ആളുകളുടെ ധാരണ പൊതുവെ ഇതിനൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ട് സർക്കാർ തരുന്നുണ്ട്, അതുകൊണ്ട് അധ്യാപകർക്ക് ആകെയുള്ള ഒരു കാര്യം ഇത് നമുക്കറിയാം, സ്കൂളിലെ ആയമാരെ ഏൽപ്പിക്കുക, അവർ നല്ല ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ സർക്കാർ വലിയ അവകാശവാദം പറയുന്ന സമയത്തും മുൻപും ഇപ്പോഴും ഈ പണം പൂർണ്ണമായിട്ടും അതിന്റെ ചെലവുകൾ വഹിക്കുന്നത് HMമാരും അതോടൊപ്പം തന്നെ അവിടുത്തെ PTA-യും അവിടുത്തെ അധ്യാപകരുമാണ്. കാരണം ഈ ഫണ്ട് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഒരു കുട്ടിക്ക് 6 രൂപയും 7 രൂപയും ഒക്കെയാണ് ഒരു ദിവസം സ്വാഭാവികമായിട്ട് സർക്കാർ വിഹിതമായിട്ട് തരുന്നത്. അതിൽ മുട്ട കൊടുക്കണം, പാല് കൊടുക്കണം, അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാവണം, ഉപ്പേരി വേണം, പപ്പടം വേണം, അങ്ങനെ രസം വേണം, മോര് വേണം. ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഒരു 6 രൂപ കൊണ്ട് ഒരു കുട്ടിക്ക് ഏത് രീതിയിലാണ് നമുക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അധ്യാപകർ ചെയ്യുന്നത് അവരുടെ കയ്യിലെ പണം എടുത്തുകൊണ്ട് HMമാർക്ക് വലിയ ബാധ്യതയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ കോടിക്കണക്കിന് രൂപയാണ് HMമാർക്ക് ഇത് കൊടുക്കാനുള്ളത്. കാരണം HMമാരുടെ ഉത്തരവാദിത്തമാണത്. എന്റെ സ്കൂളിലെ കുട്ടികൾക്കുള്ള വിഭവസമൃദ്ധമായി സർക്കാർ പറയുന്ന മെനുവിൽ ഫുഡ് കൊണ്ട് സ്വന്തം കയ്യിലെ പണം എടുത്ത് അദ്ദേഹത്തിന് കിട്ടേണ്ട അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ സർക്കാർ ഇപ്പൊ സത്യത്തിൽ ചെയ്തത്, ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പോഷൺ അഭിയാൻ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പോഷകാഹാരം കുട്ടികൾ എത്തിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട്. കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ആ പണം അത് കിട്ടുമ്പോൾ അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അപ്പൊ ഈ മെനു വായിക്കുന്ന സമയത്തൊക്കെ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലെ മെനു ആണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെ കൊടുക്കും? അതൊരു പ്രായോഗികത ഉണ്ടല്ലോ. ഇപ്പൊ ഒരു സ്കൂളല്ല, ഇപ്പൊ കേരളത്തിലെ എയ്ഡഡ് സർക്കാർ ഗവൺമെന്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അതിനകത്ത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ഭക്ഷണമുണ്ട്. 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും കഴിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ സ്കൂളിൽ തന്നെ, ഞാനൊരു 3000 സ്കൂളുകൾ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. എന്റെ സ്കൂളിൽ തന്നെ ഏകദേശം 1500ഓളം കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, അപ്പൊ വലിയ ബാധ്യതയാണ്. ഇപ്പൊ അവിടെ ഇപ്പൊ നമുക്കറിയാം, ഈ ന്യൂൺ ഫീഡിങ്ങിന്റെ ഡ്യൂട്ടി ഉള്ള ചില അധ്യാപകരുണ്ട്, HM ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത. അപ്പൊ എന്റെ സ്കൂൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്കൂളിനകത്തുള്ള എന്റെ സ്കൂളിനകത്ത് മാത്രം HMനും അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഇത് നോൺ ഫീഡിങ്ങിന്റെ ഡ്യൂട്ടിയുള്ള അധ്യാപകർക്കുള്ളത്. അവർക്ക് കഴിഞ്ഞ തവണയുള്ള പണത്തിന്റെ വിഹിതം അവരുടെ കയ്യിൽ നിന്ന് ചെലവാക്കി ലക്ഷക്കണക്കിന് രൂപ കിട്ടിയത് ഈ വർഷമാണ്.
അത് സർക്കാർ കോടതി ഇടപെട്ടതുകൊണ്ടാണ്. അപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളുകൾ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിക്കോട്ടെ, കുട്ടികൾ നല്ല ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ അധ്യാപകരൊക്കെ റെഡിയാണ്, പക്ഷെ അതിനുള്ള ഫണ്ടും കൂടി കണ്ടെത്താനുള്ള ഒരു സോഴ്സ് സർക്കാർ പറയണം. അല്ലാതെ അധ്യാപകന്റെ ഉത്തരവാദിത്തമല്ലല്ലോ. അധ്യാപകന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതല്ല, ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ നമുക്കിപ്പോ ഒരു 1-2 കുട്ടികൾക്കോ ഒരു 50 കുട്ടികൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞങ്ങളെ പോലെയുള്ള അധ്യാപകരുടെ ശമ്പളത്തെ എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ 1500 കുട്ടികൾക്ക് അങ്ങേക്ക് അറിയാൻ പറ്റും, 1500 കുട്ടികൾക്ക് ഒരു ദിവസത്തില് അവിടെ പച്ചരി വേണം, കിച്ചടി വേണം, സാമ്പാർ വേണം, എരിശ്ശേരി വേണം, പുളിശ്ശേരി വേണം, ഇനി ബിരിയാണി വേണം. ഇതൊക്കെ വെച്ച് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഉട്ടോപ്യൻ സിസ്റ്റത്തെ പോലെ ഒരു ഉട്ടോപ്യൻ ആശയത്തിന്റെ വക്താക്കളായിട്ട് സർക്കാർ മാറുകയാണ്. അതിന് പ്രായോഗികമായി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നില്ലെങ്കിൽ ഫണ്ടുകൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ചെയ്യണം. ഇപ്പൊ നമുക്ക് സ്കൂളിനകത്ത് PTA ഫണ്ട് പോലും ഇന്ന് പിരിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ആളുകളെ PTA ഫണ്ട് വേണ്ട. അപ്പോ ഒരു പക്ഷേ PTA ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്, ഞാൻ പറയുന്നത് അതിന്റെ ഒരു മെറിറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത്. PTA ഫണ്ട് വേണോ വേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം. ഒരു പക്ഷേ PTA ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ PTA ഫണ്ട് എടുത്തെങ്കിൽ അധ്യാപകർക്ക് അത് ചെലവഴിക്കാമായിരുന്നു. പറയാമല്ലോ, PTA ആണ് കുട്ടികളുടെ ഇതിനു വേണ്ടിയിട്ടാണ്, അതിന് പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ ഒരു 500 രൂപയോ 1000 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ PTA ഫണ്ട് പോലും പിരിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലേക്കുള്ള സംവിധാനത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ സർക്കാർ അതിനുള്ള കൃത്യമായിട്ടുള്ള സോഴ്സും കൂടി കണ്ടെത്തണം. അതിനുള്ള സംവിധാനം ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 5, 6, 7 മാസങ്ങൾ കഴിയുന്ന സമയത്താണ് ഇതിന്റെ ബില്ലുകൾ പാസ്സായി വരുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ട് ഈ പണം നൽകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയില്ല, കേന്ദ്ര സർക്കാരിന്റെ ഈ 12ഓളം പ്രൊജക്ടുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ബില്ലുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടന്നൊരു സംവിധാനം ഉച്ചഭക്ഷണ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ തൊഴിലുറപ്പ് പോലെ അടിസ്ഥാന ജനവിഭാഗത്തിലെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ ഉച്ചക്കഞ്ഞിയുടെ ഫണ്ട് പോലും കൃത്യമായിട്ട് അതിന്റെ ക്രയവിക്രയങ്ങൾ കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ പലപ്പോഴും ഈ ഫണ്ട് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന മുഴുവൻ ഫണ്ടും കൃത്യമായിട്ട് വിദ്യാലയങ്ങളിലേക്ക് അതിനകത്ത് മുടക്കം കൂടാതെ എത്തിക്കാവുന്ന സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ, ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധി വരെ ഈ പറയുന്ന അധ്യാപകരെ കടക്കണിയിലേക്ക് ആക്കുന്ന രീതിയിൽ നിന്നുള്ള കാര്യത്തിൽ നിന്ന് മാറാൻ സർക്കാരിന് സാധിക്കും. അല്ലാതെ നമ്മളിപ്പോ ഞങ്ങൾ ഈ കേരളം ഇങ്ങനെയാണ്, അങ്ങനെയാണല്ലോ പൊതുവെ കേരളത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കേരളം ഇതിൽ മുന്നിലാണ്, ഞങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നവരാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയപ്പെടും, സ്കൂളിനകത്ത് ഇങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അവിടുത്തെ PTA-ക്കും അവിടുത്തെ അധ്യാപകർക്കും അവിടുത്തെ HOV-നാണ്. സർക്കാരിന് ഇതിനകത്ത് ഒരു റോളും ഇല്ല, വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതിനകത്ത് ഒരു റോളും ഇല്ല. ആ പണം, ഉള്ള പണം, ഞാൻ പറയുന്നത് ഇനി കൂടുതലൊന്നും തരില്ല, ഉള്ള എത്രയാണോ ഒരു കുട്ടിയുടെ വിഹിതം അത് മാസാമാസം തരാവുന്ന രീതിയിലാക്കിയാക്കി തന്നെ ഈ പകുതി ബാധ്യത കുറയും അധ്യാപകർക്ക്. ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലൊക്കെ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നല്ല ഫുഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ഓരോ അധ്യാപകരും സ്പോൺസർ ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ പൊതുവെ ഒരു കുട്ടി, ഇപ്പോ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു പിറന്നാൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ആ കുട്ടി പച്ചക്കറി കൊണ്ടുവരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്പോൺസർഷിപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ സ്കൂളിനകത്തുള്ള സംവിധാനങ്ങൾ മുഴുവൻ വളരെ വലിയ രീതിയിൽ പോകുന്നത്. അപ്പൊ അധ്യാപക സമൂഹത്തിന് ഒരു അധിക ബാധ്യത, ആ അധിക ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം അധ്യാപനം എന്ന് പറയുന്നത് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ പിടിച്ചുകൊണ്ട് അധ്യാപനമല്ലല്ലോ. ഇപ്പൊ തന്നെ അറിയാം, നമുക്ക് വലിയ രീതിയിലുള്ള അമിതമായിട്ടുള്ള ജോലി ഭാരങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളുകളാണ്. പണ്ടൊക്കെ ക്ലാസ് മുറിയിൽ പോയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഈ സ്കോളർഷിപ്പുകളുടെ കണക്കുകൾ തന്നെ ഒരുപാടുണ്ട്. ഇപ്പൊ EC, SC സ്കോളർഷിപ്പ്, മുന്നോക്കത്തിലെ പിന്നോക്കക്കാരുടെ സ്കോളർഷിപ്പ്, അതിന്റെ ഡാറ്റ ശേഖരണം, ഇങ്ങനെ ഡാറ്റ ശേഖരണത്തിന് പിന്നിൽ ഒരു LT ക്ലർക്കിന്റെ പണി മുഴുവൻ അധ്യാപകൻ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചക്കഞ്ഞിന്റെ കാര്യം നോക്കണം. ഇപ്പൊ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് വലിയ വിവാദമായിട്ടുള്ള സുംബ പോലെയുള്ള കാര്യങ്ങൾ വേണം, സ്കൂളിന്റെ സമയങ്ങൾ മാറ്റുന്നു. അപ്പൊ സത്യത്തിൽ കേരളത്തിൽ ഒരു ശാസ്ത്രീയമല്ലാത്ത ഒരു സമ്പ്രദായത്തിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായം മാറുന്നത്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എല്ലാ തരത്തിലും കുട്ടികളെയും ബാധിക്കുന്നുണ്ട്, അധ്യാപകരെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, എണ്ണിച്ചുട്ട അപ്പം പോലെയാണ് ഒരു അധ്യാപകന്റെ ജീവിതം. നമുക്കറിയാമല്ലോ, വലിയ രീതിയിലുള്ള ഇപ്പോ ഒരു ഗവൺമെന്റ് എംപ്ലോയിയൊക്കെ പൊതുവായി പറയാറുണ്ട്, അവര് അഴിമതി നടത്തിയിട്ടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള 10 രൂപ ഉണ്ടാക്കാനുള്ള സംവിധാനം അവർ കിട്ടുന്ന ആളുകൾ പറയും. നമുക്കറിയില്ല സത്യമാണെന്ന്. പക്ഷെ ഒരു അധ്യാപനത്തെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ട് ഒരു അധ്യാപകൻ അഴിമതി മേടിച്ചു 10 രൂപ അഴിമതി മേടിച്ചിട്ട് അറസ്റ്റിലായത് എവിടെ കേട്ടിട്ടില്ല. കാരണം അവന്റെ എണ്ണിച്ചുട്ട അപ്പം പോലുള്ള ശമ്പളം കൊണ്ട് വളരെ കൃത്യമായിട്ട് അവന്റെ കുടുംബം പുലർത്തുന്നതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളെയും കൂടി നോക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇവിടുത്തെ അധ്യാപക സമൂഹത്തിന് ഇപ്പോൾ നിലവിലുള്ളത്.
ഇത് ഇത്തരത്തിലൊരു സംവിധാനം ഇപ്പൊ നമ്മൾക്കറിയാം, കിറ്റ് കൊറോണ വന്ന സമയത്ത്, നിപ്പ വന്ന അങ്ങനത്തെ മാരക രോഗങ്ങളൊക്കെ പടർന്ന് പന്തലിച്ച സമയത്ത് ഇവിടെ കിറ്റ് കൊടുത്തുകൊണ്ട്, അത് തന്നെ കിറ്റിലുള്ള സാധനങ്ങൾ എവിടെന്നാ വന്നതെന്നൊക്കെ നമ്മൾക്കറിയാം. ഇവിടെ ബാഗ് മാത്രം, ആ ബാഗിൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ നിറച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ പേരിൽ കൊടുത്ത ആ സംഭവങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അത്തരത്തിൽ ഈ അധ്യാപകന്മാരുടെ, പ്രധാന അധ്യാപകനായാലും പി ടി എ കമ്മിറ്റി ആയാലും, ഇവരൊക്കെ വെച്ചുകൊണ്ട് ഇത് എത്ര നാൾ ഈ മേനി നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? അത് അങ്ങേക്ക് നേരിട്ട് അറിയുന്നതാണല്ലോ. അതെങ്ങനെയായിരിക്കും പ്രിന്റുജി പറയുകയാണെങ്കിൽ? അല്ല, ഇതിനകത്ത് ഇവര് മേനി നടിച്ചുകൊണ്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ മുന്നിലാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ കേരളത്തിലെ ഭക്ഷണ സംവിധാനം ഇങ്ങനെ, അങ്ങനെ പറയുമ്പോഴും ഇതിന്റെ അമിത ഭാരം മുഴുവൻ ഏൽക്കേണ്ടി വന്നുകൊണ്ട് അധ്യാപക എത്തി നിൽക്കുന്ന HMOമാർ ലക്ഷക്കണക്കിന് രൂപയാണ്. കാരണം നമുക്കറിയാം, ഒരു ഗവൺമെന്റ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എണ്ണിച്ചുട്ട അപ്പം കൊണ്ട് അവന്റെ ഹൗസ് റെന്റ് കൊടുക്കണം, അവന്റെ ഒരു വീടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടവുകൾ ഉണ്ടായിരിക്കും, അവന് ബാക്കിയുള്ള ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടായിരിക്കും, പിന്നെ അവന്റെ മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ശരാശരി ഒരു 10 വർഷം സർവീസ് ഉള്ള, അല്ലെങ്കിൽ 20 വർഷം സർവീസ് ഉള്ള ഒരു അധ്യാപകന് മാത്രമാണ് ഒരു 60,000 70,000 ശമ്പളം ഉള്ളത്. അല്ലാതെ തുടക്കക്കാരൻ ഒരാളെ സംബന്ധിച്ച് ഒരു 35,000 രൂപ മാത്രമാണ് കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ബംഗാളിക്ക് പോലും ഇന്ന് കേരളത്തിൽ 1,500 രൂപ മുതൽ കൂലിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അധ്യാപകന്മാരുടെ ആ തൊഴിലിനെ വേറൊരു രീതിയിലേക്ക് മാറ്റുന്ന രീതിയിൽ, കാരണം ഇപ്പൊ അദ്ദേഹം പറയുന്നത് അധ്യാപകർ ഫണ്ട് കണ്ടെത്തുന്നത്. ഇപ്പൊ നമുക്കൊരു കലോത്സവം നടക്കുന്നതോ അല്ലെങ്കിൽ ഒരു കായികമേള നടക്കുമ്പോഴോ നമുക്ക് ഫണ്ട് കണ്ടെത്തുന്നത് കുഴപ്പമില്ല. കാരണം 2-3 ദിവസത്തിന് ഒരു 2,000-3,000 കുട്ടികൾ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ അധ്യാപക സംഘടനകളൊക്കെ നോക്കും, ഇപ്പോൾ സ്കൂൾ കായികമേള നടത്തുന്നത് അധ്യാപകർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. കേരളത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കായികമേള നടന്ന അധ്യാപകരാണ്. പക്ഷെ എല്ലാ ദിവസവും ദൈനംദിനം ഈ കുട്ടികളുടെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക, സർക്കാരിന് മേനി പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ അധിക ബാധ്യതയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ അധ്യാപകരും പോവുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന് പറയാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒരു തുടക്കത്തിലൊക്കെ ഒരു ആവേശം കൊണ്ട് അധ്യാപകന്മാർ തങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് ചിലപ്പോൾ എലിശ്ശേരിയും പുലിശ്ശേരിയും അതോടൊപ്പം തന്നെ ബിരിയാണിയും ഒക്കെ കൊടുക്കും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഈ പഴയ കഞ്ഞിയും പയറിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. എത്ര കാലം ഈ കടം മേടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ടത് ഇതിന് അടിയന്തരമായിട്ട് ഇതിനു വേണ്ടി കൃത്യമായ ഒരു ഫണ്ട് നീക്കി വെക്കണം. ഓരോ കുട്ടികളുടെയും കിട്ടേണ്ട കുട്ടികളുടെ തുക, ആ തുക വർദ്ധിപ്പിക്കണം. ആ വർദ്ധിപ്പിച്ചതിന് ശേഷം മേനി പറഞ്ഞോട്ടെ, ഇവര് പറയട്ടെ, ഞങ്ങൾ ഇതാ ഒരു കുട്ടിയുടെ വിഹിതം ഞങ്ങൾ 6 രൂപയിൽ നിന്നും 7 രൂപയിൽ നിന്നും ഞങ്ങൾ 25 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ പറയുന്നത് കറക്റ്റ് ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോ, സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അംഗനവാടി കുട്ടികൾക്ക് ഇപ്പൊ ഒരു സർക്കാരിനകത്ത് പറഞ്ഞു കുട്ടികൾക്ക് ഇളനീര് കൊടുക്കണം, പിന്നെ ജ്യൂസ് കൊടുക്കണം. എന്നിട്ട് അതിന് പറഞ്ഞ വിഹിതം 6 രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനകത്ത് എന്ത് പ്രായോഗികതയാണുള്ളത്? ഒരു ഇളനീരിന് നമ്മൾ ഇനി വലിയൊരു തോപ്പിൽ പോയിട്ട് ഒരു ഇളനീര് മേടിച്ചാൽ ഒരു 30 രൂപ വേണം, നമ്മൾ പുറത്തുനിന്ന് ഒരു 50 രൂപ വേണം. അപ്പോ സത്യത്തിൽ അംഗനവാടി ടീച്ചർമാരും വളരെ കുറഞ്ഞ ശമ്പളമാണ് അംഗനവാടി ടീച്ചർമാർക്ക് ഉണ്ടാവുക. അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അവകാശങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ആളുകൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു ഓഫർ കിട്ടും, കിറ്റ് കിട്ടിയപ്പോൾ വോട്ട് ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞതുപോലെ ആളുകൾ ഓഫർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അംഗനവാടിയിലേക്ക് എന്റെ കുട്ടിയെ ഞാൻ കൊടുത്തേക്കിട്ട് ഞാൻ ടീച്ചറോട് ചോദിക്കും, ടീച്ചറെ എന്റെ കുട്ടിക്ക് ഇളനീര് കിട്ടിയില്ലല്ലോ, ടീച്ചറെ എന്റെ കുട്ടിക്ക് ജ്യൂസ് കിട്ടിയില്ലല്ലോ, എന്റെ കുട്ടി എന്താ നിങ്ങൾ കൊടുക്കാത്തത്? അപ്പൊ ഈ പാവപ്പെട്ട ഈ ചോദ്യത്തെ ഭയന്നുകൊണ്ട് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ ഇത് സർക്കാരിന്റെ ഫണ്ട് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. സർക്കാർ സർക്കാരിനകത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടി കൊടുത്തോളന്ന്. അപ്പൊ അവകാശങ്ങൾ ആളുകൾ ചോദിക്കുമ്പോൾ ഇവിടെ പ്രതിസന്ധിയിലാവുന്നത് അംഗനവാടി ടീച്ചർ മുതൽ പ്രധാന അധ്യാപകൻ, ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രധാന അധ്യാപകൻ വരെയുള്ള അധ്യാപക സമൂഹമാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ വലിയ സാമൂഹിക പരിവർത്തനം നടത്തിയിട്ടുള്ള ഒരു സമൂഹം, അധ്യാപക സമൂഹം. അവരിപ്പോ ഈ കണക്കിന്റെ പിന്നാലെ പോവുകയാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ പിറകിൽ നമ്മൾ ചിന്തിക്കുന്നത് കുട്ടികളെ എങ്ങനെ ഊട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഊട്ടി വളർത്തുക എന്നുള്ള പറയില്ല. ഇപ്പൊ വിദ്യാഭ്യാസത്തിന് പൊതുവെ അങ്ങനത്തെ ഒരു വാക്കുണ്ട്, ഊട്ടുക എന്നുള്ളതാണ്, ഊട്ടി വളർത്തുക. ഇപ്പൊ സത്യത്തിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം, വിദ്യാലയം ചെയ്യുന്നത് കുട്ടികളെ ഊട്ടി വളർത്തി പഠിപ്പിച്ച് വലുതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അവന്റെ എല്ലാ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും വലിയൊരു ബാധ്യത, ചെറിയ ബാധ്യതയല്ല സാറേ. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത, ചെറിയ ഇപ്പൊ ഒരു 10, 50, 100 കുട്ടികളുള്ള ഒരു സ്കൂളിലാണ് സംബന്ധിച്ചിടത്തോളം ആ മുന്നോട്ട് പോകേണ്ട വലിയ ബാധ്യത വരില്ല. അപ്പൊ എന്റെ സ്കൂൾ വലിയൊരു സ്കൂളാണ്. അങ്ങനെ വലിയ അനവധി സ്കൂളുകളുണ്ട്. ആ സ്കൂളിലൊക്കെ ഈ ബാധ്യത ആരേൽക്കും? അപ്പൊ ഇനി കാണാൻ പോകുന്നത് കേരളത്തിൽ കർഷകന്മാരുടെ ആത്മഹത്യ പോലെ കേരളത്തിലെ HMമാരും അധ്യാപകരും സൂയിസൈഡ് ചെയ്തു എന്നുകൊണ്ട് സർക്കാരിന്റെ വലിയ ബാധ്യത കാരണം എന്നുള്ള കേൾക്കാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ കുട്ടികളുടെ തുക കാലത്തിനനുസൃതമായി, കേരളത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള നമുക്കൊരു ഉപഭോക്തൃ സംസ്കാരമായതുകൊണ്ട് തന്നെ, ഈ കൺസ്യൂമർ സംസ്കാരമായതുകൊണ്ട് തന്നെ വലിയ വിലവർധനയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക്. അതുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ കൃത്യമായി കിട്ടുകയും അതിന് വില കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിനനുസൃതമായി
അടിസ്ഥാനമായി കുട്ടികളുടെ വിഹിതം കൂട്ടാൻ മാത്രമാണ് ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് PM ശ്രീ പോലെയുള്ള വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പൊ പോഷൺ അഭിയാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേരുടെ ഉച്ചക്കഞ്ഞി വിതരണം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഒരു പടം പോലും വെക്കാതെയാണ് ഇവർ വലിയ പ്രചരണം നടത്തിയത്. ഈ PM പോഷൻ എന്ന് പറയുന്ന പദ്ധതി ഇപ്പൊ എന്നിട്ട് PM പോഷനിലേക്ക് ഓരോ പേരൻസിലേക്കും ഒപ്പിട്ട് കൊടുക്കണം. അത് ഒപ്പിട്ട് കൊടുക്കണം. അപ്പോ ഇപ്പൊ പല സർക്കുലറിനകത്ത് പറയുന്നത്, അധ്യാപകരോട് പറയുന്നത്, നിങ്ങൾ വീട്ടിലേക്ക് അയക്കണ്ട, നിങ്ങൾ ഇത് ഒപ്പിട്ട് കൊടുത്തോ, നിങ്ങൾ തന്നെ ഒപ്പിട്ട് കൊടുത്തോന്ന്. അപ്പൊ എന്താ, വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി PM പോഷൻ പദ്ധതിയിൽ എന്റെ കുഞ്ഞിനെ ഞാൻ അംഗമാക്കുന്നു എന്നുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. അതിൽ ഒപ്പിടുന്ന ആ പേരന്റ് മനസ്സിലാവും ഇത് പണം ആരുടേതാണ്, കേന്ദ്ര സർക്കാരിൻ്റെതാണ്, നരേന്ദ്രമോദിയുടേതാണ്. അപ്പൊ കേരളത്തിലെ 3 ലക്ഷം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 2 ലക്ഷം വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ 2 ലക്ഷം വീട്ടിലും ഈ PM പോഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഫുഡ് കിട്ടുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കൊടുക്കേണ്ടെന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കബളിപ്പിക്കുക എല്ലാ അർത്ഥത്തിലും, ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിലെ ആൾക്കാരെ എങ്ങനെയാണോ കബളിപ്പിക്കുന്നത്, ആശാ വർക്കർമാരെ എങ്ങനെയാണോ കബളിപ്പിക്കുന്നത്, അതേപോലെ തന്നെ ഈ പറയുന്ന ഏറ്റവും ദരിദ്രനാരായണന്മാരുടെ, പാവപ്പെട്ടവന്റെ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവന്റെ ആശ്രയ കേന്ദ്രമായ സ്കൂളുകളിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള ഷോ വർക്കിനാണ് സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നത്. അവരിതിനകത്ത് കുട്ടികളുടെ കാര്യമാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് താല്പര്യമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ നോക്കൂ, സ്വാഭാവികമായിട്ട് ഒരു 3 ദിവസം ഇതൊക്കെ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് 4ാമത്തെ ദിവസവും ആ കുട്ടി അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ പല സ്കൂളിനകത്തും ഇപ്പൊ നമുക്കറിയാം, ഇവര് സാധാരണ അരി തന്നിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പറയുന്നത്. ഇവര് പറയുന്നത് സാധാരണ സ്കൂളിലേക്ക് കിട്ടുന്ന അരി, അതുകൊണ്ട് നമ്മൾ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയാലും റെഡിയാവില്ല. അത് ബിരിയാണി നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, കുട്ടികൾക്ക് നല്ല ബിരിയാണി കൊടുക്കണമെങ്കിൽ എന്ത് വേണം, നല്ല ബിരിയാണി റൈസ് മേടിക്കണം. അത് നല്ല വിലയുണ്ട്, അത് ഇവിടുന്ന് താങ്ങും. അപ്പൊ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ അധ്യാപക സമൂഹത്തെയും അതോടൊപ്പം തന്നെ ഒരു തെറ്റിദ്ധാരണ അധ്യാപകരെ കുറിച്ചും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് കണ്ണിൽ പൊടി ഇടാനുള്ള ഒരു തന്ത്രവുമായിട്ടാണ് ഇവിടുത്തെ സമ്പ്രദായം മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അത് അങ്ങേയറ്റം ശരിയല്ല. അത് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അമർഷമുണ്ടാവും, വിദ്യാർത്ഥികൾക്കിടയിൽ അമർഷമുണ്ടാവും, അധ്യാപകർക്ക് അമർഷമുണ്ട്. അധ്യാപകർ സമൂഹമൊക്കെ പൊതുവെ ഈ ഡിപ്പാർട്ട്മെന്റിനെയും ബാക്കിയുള്ളവരൊക്കെ പേടിച്ചിട്ട് അക്ഷമരായിക്കൊണ്ട് ഈ വലിയ ചട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചട്ടക്കൂടിനകത്ത് നിന്ന് പറയണമല്ലോ. അതുകൊണ്ടാണ് പലരും ിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പ്രബലമായിട്ടുള്ള അധ്യാപക സംഘടനയായ KST എന്ന് പറയുന്നത്, അല്ല അങ്ങനെയാണ്, KSTക്കാർ പൊതുവെ അങ്ങനെയാണ്. അവർ ഏതെങ്കിലും ഒരാള് അയാളുടെ അഡ്വൈസ് ലിസ്റ്റ് വരുന്നതിനേക്കാൾ മുമ്പ് അവർ KST മെമ്പർഷിപ്പ് എടുക്കും. അവർ ഏതെങ്കിലും രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് അതായത് ഇത് അധ്യാപക സമൂഹത്തിന് ഈ പണം കൃത്യമായി തികയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള തുക വർദ്ധിപ്പിക്കാൻ അടിയന്തരമായിട്ട് ഇടപെടണം. ഇത് കേരളത്തിലെ കുട്ടികളുടെ ആരോഗ്യത്തെയും കുട്ടികളുടെ പോഷണത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പ്രസ്താവന എവിടെയും കാണുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവനയും കാണുന്നില്ല. ഇത് അദ്ദേഹത്തിന് അറിയാലോ, അദ്ദേഹത്തിന് ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ഇവിടെ നോക്കൂ, മന്ത്രിമാരുടെ മെനു നോക്കൂ. മന്ത്രിമാരുടെ മെനു നിശ്ചയിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ മെനുവിനകത്ത് കൃത്യമായ പണമാണ് ഇവർ എഴുതി മേടിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ബോണ്ടയ്ക്ക് 35 രൂപ, ചായക്ക് 45 രൂപ വലിയ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ പരിപാടി നമ്മൾ കാണുന്നത്. അതേസമയം എന്നും ഈ കോരന് കഞ്ഞി മുമ്പിൽ തന്നെ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥ. അവൻ 6 രൂപയ്ക്ക് ഈ പറയുന്ന സുഭിക്ഷമായിട്ടുള്ള സദ്യ ആസ്വദിക്കാൻ എങ്ങനെ സാധിക്കും? അപ്പൊ ഒന്നില്ലെങ്കിൽ വലിയ വലിയ അവകാശവാദങ്ങൾ ഈ സംവിധാനങ്ങൾ പറയുന്നത് അവസാനിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പൊ നമ്മൾ പറയാലോ ബിരിയാണി എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ കുട്ടികളുടെ എണ്ണം കൂടുതലാ. അപ്പോ ഇപ്പൊ ബിരിയാണി കൊടുക്കുന്ന ദിവസം അന്ന് 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ വിളിച്ചുകൊണ്ട് വരും. നമുക്കിത് തരില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സ്കൂളിനകത്ത് ഇപ്പൊ എന്റെ സ്കൂളിനെ സംബന്ധിച്ച് 1ാം ക്ലാസ് മുതൽ +2 വരെ ഉണ്ട്. ഇപ്പോ ബിരിയാണി ഉള്ള ദിവസം 7ാം ക്ലാസ്സിലെ കുട്ടി 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെയാണ് നിയതമായിട്ട് പറയുന്നത് നിങ്ങൾ കൊടുത്തത്. പക്ഷെ 9ലെയും കുട്ടിയും അന്നത്തെ ദിവസം വരുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ മുഴുവൻ കുട്ടികളൊക്കെ കൊടുക്കുന്നത്. ആ ബാധ്യത വഹിക്കുന്നത് നമ്മളാണ്. നമുക്ക് പറയാൻ പറ്റും, മാറ്റി നിർത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാ കിറ്റ് കൊടുത്ത് തട്ടിപ്പ് നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ ആശാ വർക്കർമാർ തട്ടിപ്പിനിരയാകുന്നത് പോലെ തന്നെ വലിയൊരു രീതിയിലുള്ള കുപ്രചരണം നടത്തുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ സംവിധാനത്തെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു നീതിബോധവും സത്യസന്ധതയും ഒക്കെ സർക്കാർ സംവിധാനങ്ങൾ കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ തന്നെ പാളിപ്പോവും. അല്ലെങ്കിൽ ഉച്ചഭക്ഷണ സംവിധാനത്തിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപക ആത്മഹത്യകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. മാന്യപ്രേക്ഷകരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എഴുതാനും വായിക്കാനും പോലും മര്യാദയ്ക്ക് അറിയാത്ത ട്രോളുകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ബിരിയാണി കൊടുക്കണം, അതല്ലെങ്കിൽ ഓരോ ആഴ്ചയിലെയും മെനു ഒക്കെ വലിയ വായിൽ വായിക്കുന്ന, അതിന് അദ്ദേഹത്തിന് ഒരു അക്ഷര തെറ്റുമില്ല, ഒരു വാക്കും തെറ്റാണ്ട് വായിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ മനസ്സിലാക്കുക, വെറും 6 രൂപ അല്ലെങ്കിൽ 7 രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി സർക്കാർ വകയിരുത്തുന്നത് എന്നത് അത് അധിക ബാധ്യതയായിട്ട് ചെല്ലുന്നത് ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള അധ്യാപക
അധ്യാപകന്മാരുടെയും പ്രധാന അധ്യാപകന്മാരുടെയും പിന്നെ അവിടുത്തെ PTA കമ്മിറ്റിയും ഒക്കെ തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം ജയിലിലേക്കൊക്കെ ഭക്ഷണമാണ് സുഭിക്ഷമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ജയിലിലേക്കൊക്കെ പോകുന്ന തടവ് പുള്ളികൾ, വലിയ ക്രിമിനലുകളൊക്കെ സുന്ദര കുട്ടപ്പന്മാരായി പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ 5 തവണ ജയിലിൽ പോയിട്ടുള്ള അനുഭവം വെച്ച് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ ഗംഭീര ഫുഡ് കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് വിശ്വസിച്ച് ഗംഭീരമായിട്ട് കഴിക്കാൻ പറ്റുന്ന സ്ഥലം ജയിലാണ്. കാരണം ആഴ്ചയിൽ 2 ദിവസം നോൺ വെജ്, അത് ഒരു ദിവസം ചിക്കൻ ആണെങ്കിൽ, ഒരു ദിവസം മീനാണെങ്കിൽ, ഒരു ദിവസം ആട്ടിറച്ചി പോലും കൊടുക്കുന്നുണ്ട്. അത്ര കണ്ട് ഗംഭീര ഫുഡ് കൊടുക്കുന്ന ക്രിമിനലുകളെ വളർത്തുന്ന ഒരു നാടായി മാറിയിട്ടുള്ള ഈ നാട്ടിൽ നമ്മുടെ വരും തലമുറ, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താവേണ്ട തലമുറയ്ക്ക് 6 രൂപ വകയിരുത്തിക്കൊണ്ട് അവർക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടി പ്രധാന അധ്യാപകനടക്കമുള്ള, അതല്ലെങ്കിൽ സാധാരണ ഓരോ അധ്യാപകനടക്കമുള്ള ആളുകളുടെ തലയിലേക്ക് അധിക ഭാരം വെച്ചു കൊടുത്തുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന, എന്നിട്ട് അതിൽ മേനിയടിച്ച് നടക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടെങ്കിൽ, ഒരു മന്ത്രിസഭയുണ്ടെങ്കിൽ, ഒരു ഭരണകൂടമുണ്ടെങ്കിൽ, അത് ഈ ചുരുങ്ങിയ അദ്ദേഹത്തിന്റെ പരിമിതിയിൽ നിന്ന് കൊണ്ട് തന്നെയാണ് പ്രിന്റു മഹാദേവ്ജി പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്. അതുകൊണ്ട് പരിധി വിട്ട് സംസാരിക്കാനാവില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ പരിധിക്ക് അപ്പുറത്തോട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇതിന്റെ ഗൗരവം എവിടേക്കാണ് പോകുന്നത് എന്ന്. ഓരോ പ്രധാന അധ്യാപകന്മാരും ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ ഈ പറയുന്ന വലിയ വായിൽ മേനി നടിച്ച് നടക്കുന്ന മന്ത്രിമാർക്ക് മനസ്സിലാവട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുടെ ഈ ഭക്ഷണ കാര്യത്തിൽ പോലും ഇത്തരത്തിലൊരു കുറ്റവും കുറവുമോ എന്ന് ചോദിച്ച് കമന്റ് ഇടുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ഭക്ഷണം കഴിക്കാൻ സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം കരുതി സ്കൂളിലേക്ക് പോകുന്ന 100 കണക്കിന് 1000കണക്കിന് കുട്ടികളുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ആ കുട്ടിക്ക് സർക്കാർ വകയിരുത്തുന്നത് വെറും 6 രൂപ അതല്ലെങ്കിൽ 7 രൂപയാണ് എന്ന യാഥാർത്ഥ്യം പച്ചയ്ക്ക് വിളിച്ച് പറയേണ്ടതുണ്ട്. എന്നാലും പ്രിന്റുജി ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി എത്തി. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് സന്ധിക്കാം. അതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.